ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചിരങ്ങ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ ചിരങ്ങയാണ്, അത് പോയി പറിച്ചിട്ട് വേണം. ചിരങ്ങനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ എനിക്കറിയില്ല, പക്ഷെ എനിക്കറിയണ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ചിരങ്ങ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളൊരു വെജിറ്റബിളാണ്. ഈ ചിരങ്ങയിൽ ഒരു 92% വെള്ളത്തിൻ്റെ അളവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ നമ്മുടെ ബോഡി വളരെ കൂളാക്കി വെക്കാനൊക്കെ ചിരങ്ങ ഹെൽപ്പ് ചെയ്യും. ചിരങ്ങൻ്റെ ജ്യൂസ് അടിച്ച് കുടിക്കണത്, ഇതിനെക്കുറിച്ച് ചെറിയ രൂപത്തിൽ പറയാനുണ്ട്. ചിരങ്ങ ഒരു ലൈറ്റ് ഹെൽത്തി ഡെറ്റോക്സ് വെജിറ്റബിൾസ് ആണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറക്കാനത് സഹായിക്കും. മുടി കൊഴിച്ചിൽ ആ കാലം നേരം ഹാർട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇതിൻ്റെ ജ്യൂസ് വളരെ നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരൻ്റെ അളവൊക്കെ കുറക്കാനത് വളരെ നല്ലതാണ്. ഏതിൽ ഞാനത് പറിച്ചു. നമുക്ക് അതിലേക്ക് വേണ്ട 1-2 സാധനങ്ങളൂടെ പുറത്തുനിന്ന് എടുക്കാനുണ്ട്. മുളക് തൈയിൽ മുളകായിട്ടുണ്ട്, അതൊന്ന് എടുത്തു. അതുപോലെ തന്നെ കറിവേപ്പില പറിക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മളെ ചിരങ്ങ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇത് മുഴുവനായിട്ടൊന്നും ഞാൻ ഉപ്പേരി വെക്കാൻ എടുക്കണില്ല, ഞാൻ അതിൻ്റെ പകുതിയൊക്കെ എടുക്കുള്ളൂ. പകുതി ആവശ്യം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ചിലപ്പോൾ ജ്യൂസ് അടിക്കും, ചിലപ്പോൾ കറിക്കായിരിക്കും, അങ്ങനെയൊക്കെ. അത് നമ്മളത് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ നടുക്കുള്ള ആ കുരുവൊക്കെ കളയണം. കറിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കുരുവൊന്നും അല്ലാണ്ട് കളയലില്ല. പിന്നെ നമ്മളത് ചെറുതായി ഉള്ള രൂപത്തിൽ അരിഞ്ഞു കൊടുക്കുക. നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കുക. എൻ്റേത് ചെറുതായിട്ടൊന്നുമില്ല, കുറച്ചൊരു വലിപ്പമൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ അത് അരിയൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ വാഷ് ചെയ്യണത്. വാഷ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളതിലത്തെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ഊറ്റി വെക്കണം. ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ ഇടുമായിരിക്കും നല്ലത്. ഇനി നമ്മളതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. കുറച്ചൊരു തേങ്ങ, മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ മിക്സിയിലിട്ട് നന്നായിട്ട് ചതക്കുക. അപ്പം ഇനി നമുക്ക് ചിരങ്ങ വേവിക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കാം. ഞാനതിനിടയിൽ കറി ചീരണ്ടില താളിക്കാൻ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീൻ പൊരിക്കാനുള്ള ഒരുക്കങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചിരങ്ങ കടുക് വറുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഞാനതിലേക്ക് ഒരു ചെറിയൊരു വലിയുള്ളി മുഴുവനായിട്ട് അരിഞ്ഞിരുന്നു കേട്ടോ. വലിയുള്ളി ഇട്ടാൽ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനിടയിൽ മീനും പൊരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയുള്ളി, വേപ്പിൻ്റെ ഇല അതൊക്കെ അതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ അതിനുള്ള അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ തേങ്ങയൊക്കെ വെച്ചിട്ട് ആ അരപ്പ് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ചേർത്ത് ഒന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ വേണ്ടത് ചിരങ്ങ അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞാണ്ട് ഊറ്റാൻ വെച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ചൊരു ഉപ്പ് ആ തേങ്ങയിലേക്ക് തന്നെ കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണത്. കറിക്കുള്ളതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ചിരങ്ങ എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കിയ അരപ്പിലോട്ട് നമ്മൾ ചിരങ്ങ ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് ഒന്നും കൂടെ ആ തേങ്ങയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക. എനിക്ക് മഞ്ഞൾപ്പൊടി അതിൻ്റെ ഫ്ലേവർ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടെ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു മഞ്ഞൾപ്പൊടി വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ അതിനിടയിൽ. അത് ജസ്റ്റ് അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റൊക്കെ, വലിയ തീയൊന്നും വേണമെന്നില്ല, 10 മിനിറ്റൊക്കെ ചെറിയ തീയിൽ തന്നെ അങ്ങനെ കിടന്ന് വെന്തോട്ടെ. പിന്നെ ഈ ചിരങ്ങക്ക് നല്ല വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ചില ചിരങ്ങക്ക് വേവാൻ കുറേ ടൈം പിടിക്കുമല്ലോ, അതുപോലൊന്നുമില്ലത്. അപ്പോൾ നമ്മളെ ചിരങ്ങ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ടൈം അടച്ച് വെച്ച് വേവിച്ചിട്ട് പിന്നെ അടപ്പ് തുറന്ന് നമ്മൾ വേവിച്ചാലാണ് അതിലുള്ള വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി വരിക. ആ വെള്ളം നല്ലോണം വറ്റി കഴിഞ്ഞാലായിരിക്കും ഒന്നും പാടി ടേസ്റ്റ്. അതുപോലെ തന്നെ അത് വേവേറാനും പാടില്ല. വേവേറാതെ കഴിക്കുന്നവരെല്ലാം ഒരു കറുമുറ ആ ഒരു ടെക്സ്ചറിൽ കഴിക്കണമായിരിക്കും ഒന്നും പാടി രസം. അപ്പോൾ അത് അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള വേവൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ ഉമ്മ നല്ല തേങ്ങാച്ചോറും ബീഫ് കറിയും കൊണ്ടുവന്നു. അപ്പോൾ നമ്മളിനി ഇപ്പോൾ ഉണ്ടാക്കിയ കറിയും മീനൊക്കെ നമ്മൾ രാത്രി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ചിരങ്ങ ഉപ്പേരി ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ചിരങ്ങ വെക്കണ അതേ സ്ഥാനത്ത് നമ്മൾ പടവലവും ഈ സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് വെച്ചാലും പടവലവും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.